ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്റ്റോറിയാണ് ദി ഫാമർ ആൻഡ് ദി ഫോക്സ്. ഈ കഥയിലൂടെ നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെയാണെന്നറിയോ? കുറച്ച് വലിയ സെന്റൻസുകൾ നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സ്റ്റോറിയിലൊക്കെ ഇങ്ങനെ കുട്ടി സെന്റൻസുകളായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളത് കണക്ട് ചെയ്തൊക്കെ നമ്മൾ നോക്കി എങ്ങനെയാണെന്നുള്ളതൊക്കെ അല്ലെ. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? കുറച്ചും കൂടെ വലിയ സെന്റൻസുകൾ, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഥ മുഴുവൻ കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞു നോക്കണം. നിങ്ങൾക്ക് ഈ കഥ എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കുക. അതിനുശേഷം ഈ കഥ ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇതിന്റെ ഉപകാരം? നമ്മൾ ഇത് പറയും തോറും നമുക്ക് പല ഇൻസിഡൻസുമായിട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിയൽ ലൈഫിൽ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കഥകൾ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ദി ഫാമർ ആൻഡ് ദി ഫോക്സ്. One day, a fox came running to a farmer's house. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ദിവസം ഒരു കുറുക്കൻ ഒരു ഫാമറിന്റെ, ഒരു കൃഷിക്കാരന്റെ വീട്ടിലേക്ക് ഓടി വന്നു. came running. ഓക്കെ, അത് എങ്ങനെയാ വന്നത്? came running എന്ന് പറയുന്നത് ഓടി വന്നു, വീട്ടിലേക്ക് ഓടി വന്നു. he told to the farmer. എന്താണ്? നമ്മുടെ ഫോക്സ് ഫാമറിനോട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ കഥകളിലൊക്കെ ഈ ആനിമൽസിനെ ഹീന്നോ അല്ലെങ്കിൽ ഷീന്നോ ഇറ്റ്ന്നോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറയുന്നത്? സം ഹണ്ടേഴ്സ് ആർ ചേസിങ് മീ. എന്താണ് പറഞ്ഞത്? സം ഹണ്ടേഴ്സ് ആർ ചേസിങ് മീ. പ്ലീസ് ഗിവ് മീ എ പ്ലേസ് ടു ഹൈഡ്. ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നെ കുറച്ച് വേട്ടക്കാര്, ഹണ്ടേഴ്സ്, ഓക്കെ, വേട്ടക്കാര് എന്നെ ചേസ് ചെയ്യുന്നുണ്ട്. അതായത് ഓടിച്ചിട്ട് പിടിക്കുന്നതിനെയാണ് നമ്മൾ ചേസ് ചെയ്യാന്ന് പറയാ. അപ്പോൾ എന്നെ അങ്ങനെ ചേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒളിക്കാനായിട്ട്, ഹൈഡ് ചെയ്യാന്നാണ് ഒളിക്കുക, ഹൈഡ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം തരാനായിട്ട് പറഞ്ഞു. ദി ഫാമർ എഗ്രീഡ്. അപ്പോ എഗ്രീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മതിച്ചു. അതിപ്പോ നമ്മുടെ ഫാമർ സമ്മതിച്ചു. ഹി gave a place to the fox. നമ്മുടെ ഫോക്സിന് ഒരു സ്ഥലം കൊടുത്തു. എന്തിനാണ്? ഹൈഡ് ചെയ്യാനാണ് കേട്ടോ, കൊടുത്തു. The hunters came there. അപ്പൊ എന്ത് ചെയ്തു? കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആര് വന്നു? നമ്മുടെ ഹണ്ടേഴ്സ് വന്നു. Hunters came there and asked. എന്നിട്ട് ചോദിച്ചു, did you see a fox coming here? അപ്പൊ ചോദിച്ചത് ഇങ്ങനെയാണ്. എന്താ ചോദിച്ചത്? ഇവിടെ ഒരു ഫോക്സ് വന്നതായിട്ട് നിങ്ങൾ കണ്ടുവോ? Did you see? കണ്ടോ, നമ്മൾ കഴിഞ്ഞു പോയ ഏതൊരു കാര്യവും നമുക്ക് ഡിഡ് വെച്ചിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ഇന്നലെ ഓഫീസിൽ പോയോ? നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഡിഡ് യു ഗോ ടു ദ ഓഫീസ്? നിങ്ങൾ ചായ കുടിച്ചോ? ഓക്കെ, നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്നതിന്റെ തൊട്ടു മുൻപ് വരെയുള്ള കാര്യങ്ങളൊക്കെ പാസ്റ്റ് ആണ് കേട്ടോ. പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, നിങ്ങൾ ചായ കുടിച്ചോ? എങ്ങനെ ചോദിക്കും? ഡിഡ് യു ഡ്രിങ്ക് ടീ? ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിച്ചോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഡ്രൈവ് എ കാർ? നിങ്ങൾ പഠിച്ചോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു സ്റ്റഡി? ഇനി ഞാൻ അടുത്ത പറയുന്ന ഒരു സെന്റൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്ക്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? എങ്ങനെ ചോദിക്കുക? യെസ്, ഡിഡ് യു ഈറ്റ് ഫുഡ്? അല്ലെങ്കിൽ ഡിഡ് യു ഹാവ് ഫുഡ്? ഓക്കെ, നമുക്ക് ഹാവ് എന്നുള്ളതാണ് കേട്ടോ സാധാരണ രീതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാവ് എന്നുള്ളത് തന്നെ ഉപയോഗിക്കാം. ഡിഡ് യു ഹാവ് ഫുഡ്? നിങ്ങൾ ഫുഡ് കഴിച്ചോ? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ എന്ത് കാര്യം പാസ്റ്റിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഡിഡ് വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കഥയിലേക്ക് വരികയാണ്. ഡിഡ് യു സീ എ ഫോക്സ് കമ്മിങ് ഹിയർ? നിങ്ങൾ ഒരു ഫോക്സ് ഇവിടെ വരുന്നതായിട്ട് കണ്ടോന്ന് ചോദിച്ചു. അപ്പോ നമ്മുടെ ഫാമർ പറഞ്ഞു, നോ ഐ ഡിഡ്ന്റ് സീ. അപ്പൊ എന്താ പറഞ്ഞത്? നോ ഐ ഡിഡ്ന്റ് സീ, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ബട്ട് ഹി ഷോഡ് എ സിഗ്നൽ. ഓക്കെ, അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഒരു സിഗ്നൽ കാണിച്ചു. ഓക്കെ, ഹി ഷോഡ് എ സിഗ്നൽ ലൈക്ക് ദിസ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? ഒരു സിഗ്നൽ ഇങ്ങനെ കാണിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ഫോക്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് ദ ഹണ്ടേഴ്സ് ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. പക്ഷേ നമ്മുടെ ഹണ്ടേഴ്സിന് ഇയാൾ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് ഒന്നും മനസ്സിലായില്ല. വെൻ ദ ഹണ്ടേഴ്സ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹണ്ടേഴ്സ് പോയപ്പോൾ, വെൻ ദ ഹണ്ടേഴ്സ് ലെഫ്റ്റ്
the fox came outside the house. നമ്മുടെ ഫോക്സ് എന്ത് ചെയ്തു? വീടിന്റെ പുറത്തേക്ക് വന്നു. And he was about to go. അപ്പൊ അവൻ പോകാനായിട്ട് തുടങ്ങി. He was about to go എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകാനായിട്ട് തുടങ്ങി. At that time the farmer told. അപ്പൊ ഫാമറിന് ഇത് കണ്ടപ്പോ ദേഷ്യം പിടിച്ചു. Why didn't you tell a thanks to me? നീ എന്തുകൊണ്ടാണ് ഒരു താങ്ക്സ് പോലും പറയാത്തത്? Why didn't you tell a thanks to me? നീ എന്തുകൊണ്ടാണ് ഒരു താങ്ക്സ് പറയാത്തത്? അപ്പോ നമ്മളുടെ ഫോക്സ് പറഞ്ഞു, your words and actions didn't match. കണ്ടോ, നിങ്ങളുടെ വേർഡ്സും അതുപോലെ തന്നെ ആക്ഷനും മാച്ച് ചെയ്യുന്നതല്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഹണ്ടേഴ്സിനോട് ഇയാൾ എന്താ പറഞ്ഞേ? ഞാൻ ഫോക്സിനെ കണ്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുകയും ചെയ്തു. അപ്പൊ ഫോക്സ് ഇത് അവിടുന്ന് കാണുന്നുണ്ടായിരുന്നു, വീടിന്റെ ഉള്ളിൽ നിന്നേ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഫോക്സ് ഇങ്ങനെ പറഞ്ഞു, യുവർ വേർഡ്സ് ആൻഡ് ആക്ഷൻ ഡിഡിന്റ് മാച്ച്. ഇത് രണ്ടും മാച്ച് ചെയ്യുന്നതായിരുന്നില്ല. സോ I won't tell a thanks to you. അതുകൊണ്ട് തന്നെ ഞാൻ എന്തു പറയില്ല നിങ്ങളോട് ഒരു താങ്ക്സ് ഞാൻ പറയില്ല. And he went off. എന്നിട്ട് നമ്മുടെ ഫോക്സ് അവിടുന്ന് പോയി. അപ്പോ എപ്പോഴും അതെ, നമ്മൾ പറയുന്ന വാക്കുകളും, അതായത് നമ്മൾ എന്താണ് മറ്റുള്ളവരോട് പറയുന്നത്, ആ ആക്ഷൻസും അതുപോലെ തന്നെ ഒന്നായിരിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന കാര്യവും ചെയ്യുന്ന പ്രവർത്തികളും ഒന്നായിട്ട് തന്നെ വേണം. ഓക്കെ, അപ്പോ മറക്കണ്ട, ഫുൾ കാണുക. എത്രത്തോളമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക, തീർച്ചയായിട്ടും നോക്കുക. ഒന്ന് പറഞ്ഞു നോക്കാനായിട്ട് ട്രൈ ചെയ്യുക.